ജിമ്മിൽ പോക്ക് നിർത്തിയ പിന്നെ ശരീരം എനിക്കിട്ട് കുറെ നാളായി. അതുകൊണ്ട് തന്നെ ഒന്ന് ഓടാൻ പോവാന്ന് വിചാരിച്ചു. അപ്പോഴല്ലേ മനസ്സിലായത് പഴയ പോലത്തെ സ്റ്റാമിന ഒന്നുമില്ല. എന്നാലും 5 റൗണ്ട് ഓടി കുറച്ച് വേർത്തപ്പോഴത്തേക്കും ഒരു ഉന്മേഷം തോന്നി. ഇതാ കിടക്കുന്നത് നമ്മുടെ സുന്ദര കുട്ടപ്പൻ. അതിരാവിലെ തന്നെ എൻ്റെ അലമാരിക്കകത്തെ ഈ സാധനം പൊട്ടി താഴെ വീണു. അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നത്. ഇന്നലെ വെറുതെ ഇരുന്നപ്പോൾ ചെയ്തൊരു കലാപരിപാടിയാണ് ഈ സംഭവം. ഇത് കാണാൻ ഇങ്ങനെയാണെങ്കിലും പക്ഷെ ഇങ്ങനെയല്ല. അതായത് ഇങ്ങനെയാണ് നൈറ്റിൽ. അടിപൊളിയല്ലേ? എനിക്ക് എൻ്റെ റൂമിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ലൈറ്റ് വേണം. അല്ലേ ഒരു സുഖമില്ല. രാവിലെ തന്നെ നമുക്കിനി പാട്ട പറക്കാൻ പോകാം. ബാ. അല്ല, പാട്ട പറക്കാനല്ല, പെറുക്കിയ പാട്ടൊക്കെ കൊണ്ട് വിറ്റ് പൈസയാക്കാം. ലെറ്റ്സ് ഗോ. വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് കാറിൽ വെള്ളം ഒഴിക്കണം, പിന്നെ എഞ്ചിൻ ഓയിൽ ഒഴിക്കണം എന്ന് ഓർത്തത്. പിന്നെ അതോടെ തീർത്തിട്ട് നമുക്കങ്ങ് പോകാം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തപ്പോൾ എഞ്ചിൻ ഓയിൽ നല്ല കുറവാണ്. പിന്നെ എപ്പോഴും എൻ്റെ അടുത്ത് സ്പെയർ ഒരു ക്യാൻ ഞാൻ വെക്കാറുണ്ട്. മിനിങ്ങാന്നാണ് ഇവനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി കൊണ്ട് പാർക്ക് ചെയ്തത്. അപ്പോഴത്തേക്ക് റോഡ് സൈഡ് ആയതുകൊണ്ട് പൊടിയായി. പിന്നെ ഈ മേളി വയറില്ലേ, ഇതേ ഇരിക്കുന്ന കാക്കയ്ക്കൊക്കെ എൻ്റെ വണ്ടിയുടെ മേലെ അപ്പിയിട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല തോന്നുന്നു. ഇനി പാട്ടൊക്കെ എടുത്തോണ്ട്, അല്ല പഴയ കുപ്പിയൊക്കെ എടുത്തോണ്ട് നമുക്ക് ഇതിനകത്ത് കൊണ്ട് റീസൈക്കിൾ ചെയ്യാനിടാം. പണ്ടത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ള പോലെ ഇങ്ങനെ റീസൈക്കിൾ ഇങ്ങനെ കുത്തി വിടുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായ ഒരു എമൗണ്ട് കിട്ടും. എല്ലാ തരത്തിലുള്ള കുപ്പിയും ഇതിൽ ആക്സെപ്റ്റഡ് അല്ല. അതേപോലെ ക്യാൻസും എല്ലാ തരത്തിലുള്ളതും ആക്സെപ്റ്റഡ് അല്ല, ചിലത് മാത്രം. എനിക്ക് €3.15 കിട്ടി, ഏകദേശം ഒരു 300 രൂപ. അപ്പം അത് ഞാൻ ഇവിടെ തന്നെ കടയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കാൻ, അങ്ങനെ സാധനം മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകുമ്പം എൻ്റെ വീടിന് മുന്നേ എന്താ ഒരു ബഹളം, ട്രാഫിക് സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നോക്കിയപ്പോൾ ഇതാ ഒരാൾ എൻ്റെ വണ്ടിയുടെ അടുത്തോട്ട് നടന്നു പോകുന്നു. എന്നോട് പുള്ളി ഇങ്ങോട്ട് ചോദിച്ചു, ഈ മനോഹരമായ വണ്ടി ആരുടെയാണെന്ന്. ഞാൻ പറഞ്ഞത് എൻ്റെയാണെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, അതൊന്നും അങ്ങോട്ട് മാറ്റിയിടാവോ, ഇവിടെ ഞങ്ങൾ റോഡ് കുത്തിപ്പൊളിക്കാനൊക്കെ പോകുവാണെന്ന്. അപ്പോൾ ഞാൻ അത് അവിടെ കൊണ്ട് മാറ്റി വെച്ചു. ഇന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ, ഇന്നിവിടെ ആരും പാർക്ക് ചെയ്തിട്ടില്ല, ഈ പാർക്കിംഗ് ഫുൾ എൻ്റെ ആണല്ലോ, വാ ഒന്ന് താ കിടക്കുന്നു. അങ്ങനെ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് ഞാൻ വീണ്ടും വിഷമത്തോടെ നടന്നു വന്നു. എൻ്റെ വിഷമിച്ച് മുഖം കണ്ട് പുള്ളി എന്നോട് പറഞ്ഞു, ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് വേറെ വലിയ വണ്ടിയൊക്കെ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ ഇടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണെന്ന് എന്ന് പറഞ്ഞ് പുള്ളി വായിൽ നാക്കിട്ടപ്പോഴത്തേക്കും ഇതാ പോകുന്നു വലിയ യമകണ്ഠൻ ഒരു ട്രാക്ടർ. അതുകൊണ്ട് പിന്നെ സാരില്ലെന്ന് പറഞ്ഞ് അവിടെ വണ്ടിയിട്ട് എൻ്റെ വിഷമമൊക്കെ ഞാനങ്ങ് മറന്നു കളഞ്ഞു. രാവിലെ തന്നെ കുറേ പണി തീർത്തത് കൊണ്ട് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതിഗാംഭീര്യത്തോടെ തന്നെ കോൺഫ്ലെക്സ് കഴിച്ചാലോ. ഇത് വെറും കോൺഫ്ലെക്സ് അല്ല, ദിസ് ഇസ് ഹണി ഫ്ലേക്സ്. കുറച്ച് ചൂട് പാലിൽ ഇതിങ്ങനെ കുറച്ച് കോരിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് ബനാനയൊക്കെ കട്ട് ചെയ്തിട്ടിട്ട്, കാന്താരി അല്ലത് ഗൈസ്, അത് സീഡ്സ് ആണ്, പംകിൻ സീഡ്സും പിന്നെ കുറേ സീഡ്സും. ഇതാണ് സംഭവം. ഫുഡ് കഴിച്ചുകൊണ്ട് കുറച്ച് പണിയെടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഫുഡ് കഴിക്കുമ്പം സമാധാനമായിട്ട് ഫുഡ് കഴിക്കാം, ഈ ലാപ്ടോപ്പ് ഒന്ന് മാറ്റി വെക്കാമെന്ന്. നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് ബാക്ക് യാർഡിൽ വെറുതെ വന്നിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് വെയിൽ കൊള്ളാൻ ഞാൻ മാത്രമല്ല പുറത്ത് വന്നിരിക്കുന്നത്. ഒരു ഒറ്റമൈനയല്ലേ ഇത്? മൈനയാണോ? ആയിരിക്കും. ഒറ്റമൈനനെ ഞാൻ കണ്ടു, നിങ്ങളോടെ കാണ്. മൈന മാത്രമല്ല, വെയിൽ കൊള്ളാൻ സ്പാരോയെ പോലെ സ്പാരോയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബാംഗവും വന്നിട്ടുണ്ടായിരുന്നു. ഇത് സ്പാരോ തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇതിനെ കാണാൻ അടിപൊളിയായിരുന്നു. ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് ഞാൻ ഇതിൽ എഴുതി വെക്കും. മറവി രോഗം ഉള്ളത് കൊണ്ടല്ല, പക്ഷെ ടാസ്ക് കംപ്ലീറ്റ് ആയല്ലോ എന്നുള്ളൊരു സന്തോഷം, അല്ലെങ്കിൽ ഇറ്റ് ജസ്റ്റ് കീപ്സ് മീ ഓർഗനൈസ്ഡ്. ഇന്നലെ എഴുതി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ കംപ്ലീറ്റ് ആക്കിയത് കൊണ്ട് തന്നെ അത് മായ്ച്ചിട്ട് അടുത്ത കുറച്ച് ടാസ്കുകൾ എഴുതി വെച്ചു. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയി പ്രയോറിറ്റിയിൽ ചെയ്യേണ്ട വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇത് അതിലൊന്നല്ല. പക്ഷെ ഇതിങ്ങനെ വിട്ടിട്ട് വരെ എനിക്ക് മനസ്സമാധാനമായിട്ട് പണിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്നതങ്ങ് ഒതുക്കി. അരമണിക്കൂറിൽ ഞാൻ ഇത് മൊത്തം ഒതുക്കിയെടുത്തു. ഇപ്പോഴൊരു സമാധാനമായി. ഇനി ബാക്കി പണിയെടുക്കാം. പണിയെടുത്ത ഭാഗമൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തില്ല. ഉച്ചയായി, അതുകൊണ്ട് തന്നെ വിശപ്പിന്റെ വെല്ലുവിളി വന്നുകൊണ്ട് ഫുഡ് കഴിക്കാൻ താഴോട്ട് പോകാം. മുഖത്തെ ഈ മ്ലാനത വേറൊന്നുമല്ല, രാവിലെ നമ്മൾ ഓടാൻ പോയി കുറെ കസറത്ത് കാണിച്ചില്ല, അതുകൊണ്ട് എനിക്ക് പടി ഇറങ്ങി വരാൻ പറ്റുന്നില്ല. എൻ്റെ തൊടയൊക്കെ എന്നെ തെറി വിളിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് പോഷകാഹാരമായ ചപ്പാത്തിയും സോയാബീനും കഴിക്കാം. ഉച്ചയായപ്പോഴത്തേക്കും ചെയ്യാനുള്ള ജോലികളുടെ വീര്യം കുറച്ച് കൂടിയത് കൊണ്ട് തന്നെ ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇതാ ഉച്ചയ്ക്ക് കഴിച്ച അതേ ആഹാരം ഞാൻ രാത്രിയും കഴിച്ചുകൊണ്ട് പണിയൊക്കെ തീർത്ത സന്തോഷത്തിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പോവുകയാണ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.